തിരുവിതാംകൂർ കൊട്ടാരം കേരള ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായി മാറിയ കവടിയാർ കൊട്ടാരം. തിരുവിതാംകൂറിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള ചരിത്രം പറയുക അസാധ്യം. 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ച ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെയും 1758 മുതൽ 1798 വരെ തിരുവിതാംകൂർ ഭരിച്ച ശ്രീ ധർമ്മരാജാവിൻ്റെയും കാലത്തോടു കൂടിയാണ് തിരുവിതാംകൂറിൽ പ്രബുദ്ധമായ ഭരണം ആരംഭിക്കുന്നത്. പിന്നീട് തിരുവിതാംകൂറിൻ്റെ ദളവയായി വന്ന ശ്രീ വേലുത്തമ്പിയും തുടർന്ന് വന്ന ശ്രീ ഉമ്മിണിത്തമ്പിയും തിരുവിതാംകൂറിനെ ഉയർച്ചയിലേക്ക് നയിച്ചു. 1810 ഭരണമേറ്റ റാണി ഗൗരി ലക്ഷ്മിഭായി, അതിനുശേഷം വന്ന റാണി ഗൗരി പാർവതിഭായിയും തിരുവിതാംകൂറിൻ്റെ ഉയർച്ചയുടെ നാഴികക്കല്ലായി. 1829 മുതൽ 1847 വരെയുള്ള കാലം സ്വാതി തിരുനാളിൽ തിരുമനസിൻ്റേതായിരുന്നു. നിരവധി ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലം തിരുവിതാംകൂറിൽ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും മറ്റ് കലകളുടെയും സുവർണകാലം കൂടിയായിരുന്നു. 1847 മുതൽ 1860 വരെ ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയും 1860 മുതൽ 1880 വരെ ആയില്യം തിരുനാളും 1880 മുതൽ 1885 വരെ ശ്രീ വിശാഖം തിരുനാളും 1885 മുതൽ 1924 വരെ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയും 1924 മുതൽ 1931 വരെ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പ്രായം തികയാകിയാൽ റാണി സേതു ലക്ഷ്മിഭായി തിരുവിതാംകൂർ ഭരണം നടത്തുകയും തിരുവിതാംകൂറിനെ അതിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തു. 1933 മുതൽ 1949 വരെ തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ ഭരണാധികാരിയായി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുമനസ് ഭരണം നടത്തുകയുണ്ടായി. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ വിജയകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേരള ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ കുറിക്കപ്പെടേണ്ട ഒരേട് തന്നെയാണ് തിരുവിതാംകൂർ ചരിത്രം. ഇവിടെ ഈ കൊട്ടാരത്തിൽ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച, സേലം യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ, ഏറെ ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ, അതിലേറെ ആദരവുകളോടെ പറയേണ്ട ഒരു പേര് പത്മശ്രീ ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി. ഇംഗ്ലീഷിൽ 11 മലയാളത്തിൽ 2 13 പുസ്തകങ്ങൾ അമ്മ രചിച്ചു. നിരവധി പുരസ്കാരങ്ങൾ അമ്മയെ തേടിയെത്തുകയുണ്ടായി. യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ അവരുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് എല്ലാ അവാർഡുകൾ തന്നെയാണ്. ഇത് തിരുപ്പതി സനാതന ധർമ്മത്തിന് വേണ്ടി കിട്ടിയത്. ഇത് സനാതന ധർമ്മത്തിൻ്റെ തിരുപ്പതി. ഇത് സാഹിത്യ പഞ്ചാനൻ അവാർഡ്.
ആദ്യം കിട്ടി എനിക്ക്. ഇത് ഹിന്ദുമത മഹാസമ്മേളനത്തിൻ്റെ അവാർഡ്. ഇതാണ് സേലം ഡീംഡ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി. അപ്പോൾ എനിക്കിപ്പോൾ ഡോക്ടർ എന്ന് വയ്ക്കാം. ഡോക്ടറേറ്റ് കിട്ടി, ഓണററി ഡിലിറ്റ് ലിറ്ററേച്ചറിന്. അതിൻ്റെ ക്ലാസ് അതാണ് ഇതിൻ്റെ അകത്തുള്ള. ഇതൊരു നാഷണൽ അവാർഡാണ്, പ്രൈവറ്റ് നാഷണൽ. അതുപോലെ ഇവിടെ പുറകിലിരിക്കുന്ന ചുമപ്പാണ്. ഇത് മള്ളിയൂർ ഭാഗവത പുരസ്കാരം. എനിക്കാണ് ആദ്യം കിട്ടിയത്. ഇത് മള്ളിയൂർ ശങ്കരൻ നമ്പൂരി. അതെ അതെ, സാക്ഷാൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. മള്ളിയൂരിൻ്റെ പേരിൽ തന്നെയുള്ള അതാണ്. ഇത് ഗുരുവായൂരിനുള്ള പുരസ്കാരം. അമ്പലമല്ല, പുറയിലുള്ള അമ്പലമല്ല. ഹിന്ദി, കേരള ഹിന്ദി സാഹിത്യ അക്കാദമി. കർണാടക സന്യാസി സന്യാസിയുടെ അവിടെ അതുപോലെ വേറൊന്നുണ്ട്. ഇതാണ് ആദ്യത്തെ അവാർഡ്. പിന്നെ വേറൊരു നാഷണൽ അവാർഡ് എടുക്കുന്നത് അംബേദ്കർ. ഇത് അംബേദ്കർ നാഷണൽ അവാർഡ് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നാഷണലാണ്. മുകളിലിരിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇത് അമേരിക്കൻ കിട്ടിയ അവാർഡാണ്. ഇന്ത്യ സെക്രട്ടറി അവാർഡ് അമേരിക്കൻ. ഇത് ഇവിടെ ഉള്ളത് ഇതൊന്നുമല്ല. അങ്ങനത്തെ ഇതാണ് ഇന്ത്യയിലെ അറ്റോർണി ജനറൽ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചിലർ അല്ലാതെ ഒന്നും ഏറെ തിരക്കിനിടയിൽ അല്പസമയം അമ്മ സാഹിതിയോടൊപ്പം ചെലവഴിക്കുന്നു. അമ്മയുടെ വാക്കുകൾ ഒരു എഴുത്തുകാരിയുടെ വാക്കുകൾ മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ ഈടുറ്റ ചരിത്രം കൂടിയാകുന്നു. പത്മനാഭസ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള അമ്മയുടെ വാക്കുകൾ സാഹിതിയിൽ.